ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർസ്. നമ്മളാണ് സൂപ്പർസ് ഓർ സൂപ്പർ ഹീറോസ്. സൂപ്പർസിനെ വേണ്ടി മാർവലിനെ വേണ്ടി എല്ലാ സൂപ്പർ സോ ഗൈസ്, അങ്ങനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ 35ാമത്തെ സിനിമയായിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് അങ്ങനെ ഇന്ന് റിലീസായിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടു. നമുക്ക് ആ ഒരു സിനിമയുടെ സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഇരിക്കണം. അതിന് നിങ്ങൾ ഇതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് awesome and latest updates ഞാൻ ഇവിടെ ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഞാൻ അടുത്തുള്ള വീഡിയോയും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എടുക്കാം. സോ സാധനം പറഞ്ഞിട്ട് ഇതൊരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. പടം കണ്ടിട്ട് ആർക്കും വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണാം. സോ ആദ്യം പറയാം ഈ പടത്തിന്റെ പോസിറ്റീവ്സ്. അഫ്കോഴ്സ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഈ റിവ്യൂ ഇടുന്നതിന് മുമ്പ് കുറച്ചായിട്ട് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അവർക്കൊന്നും പടം ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഒരു അഭിപ്രായം ഉണ്ട്. അതായത് എന്താ പറയുക, ചില സ്വയം പ്രഖ്യാപിത DC ഫാൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു തിങ്സ് ടു റിമെമ്പർ അല്ലെങ്കിൽ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു പൊളിറ്റിക്കൽ ടൈപ്പ് പടമാണ്. അത് അങ്ങനെ വിചാരിച്ചാണ് കാണാം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതെല്ലാവരും ഒട്ടുമിക്ക എല്ലാവരും പറഞ്ഞതാണ്. സോ പൊളിറ്റിക്സ് വൈസ് ഇഷ്ടമല്ലാത്തവർക്ക് ചിലപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ പടം എന്നെ നല്ലതുപോലെ തന്നെ സാറ്റിസ്ഫൈ ചെയ്തു. സോ ഇതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഈ പടം അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത് ക്രിസ് വാൻസിനെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് കണ്ടുപെട്ടുന്ന ഒരാളാണ്. അതായത് നമ്മൾ ആന്റണി മാക്കിയെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് കാണുമ്പോൾ ചിലർക്ക് അത് അത്ര പിടിക്കില്ല. മെയിൻ കാരണം റേസിസം. ചിലർക്ക് ഒരു ബ്ലാക്ക് മാൻ ക്യാപ്റ്റൻ അമേരിക്ക ആവുന്നത് അത്ര ഇഷ്ടമല്ലായിരിക്കും. എന്തൊക്കെയായിരുന്നാലും അതിലോട്ട് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം എനിക്ക് അഡ്രസ് ചെയ്യണമെന്ന് തോന്നി. അതായത് ചില മനഃപൂർവ്വം ഈ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, മാർവൽ ഈ ഡീഗ്രേഡ് ചെയ്യുന്നവരുടെ അച്ഛനും അപ്പൂപ്പനും ജനിക്കുന്നതിന് മുമ്പേ മാർവലിലൂടെ ഉണ്ട്. സോ അതുകൊണ്ട് ഇന്നലെ മഴയ്ക്ക് ഉണ്ടായാൽ വിചാരിച്ചാലൊന്നും ഒരിക്കലും മാർവല് താഴെ വീഴില്ല. മാർവലാണ് തിരിച്ചു വന്നിരിക്കും. സോ നമുക്ക് റിവ്യൂലോട്ട് നോക്കാം. സോ ഈ പടം എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ആക്ഷൻ മോഡിലോട്ട് പോകുന്ന ഒരു ആക്ഷൻ പടമാണ്. മെയിൻലി ഈ ഒരു പടം സ്റ്റോറി ഇത്തിരി വീക്കാണ്. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്റ്റോറി വൈസ് കുറച്ച് എന്താ പറയുക, ഒരു നമ്മുടെ ഈ എന്താ പറയുക ലെവിറ്റേറ്റിംഗ്, അതായത് നമ്മൾ ഹൈ ആക്കുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട് ഈ പടത്തിൽ. ഈ പടത്തിന്റെ സ്റ്റോറി വൈസ് എടുത്ത് നോക്കുകയാണ് മറ്റു മാർവൽ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക നല്ലതാണോ എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ലതല്ല. പക്ഷേ അതൊരു യുണീക്ക് സ്റ്റോറിയാണ്. ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഫ്രാഞ്ചൈസിലെ തന്നെ ഏറ്റവും എന്താ പറയുക സ്റ്റോറി വൈസ് ഇത്തിരി വീക്ക് ആയിട്ടുള്ള ഒരു പടമാണിത്. പക്ഷെ ആന്റണി മാക്കിയുടെ സാം വിൽസൺ അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ടുള്ള പെർഫോമൻസ്, അത് പുള്ളി എടുത്തിട്ടുള്ള എഫേർട്ട്, പുള്ളി തന്നെ ഈ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ്. സോ പുള്ളി എടുത്തിട്ടുള്ള എഫേർട്ട് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. വളരെ നന്നായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കിൻ ടോർസായിട്ട് അഭിനയിച്ച ആക്ടർ, ആളുടെ പേര് എനിക്കറിയുന്ന പുതിയ ഫാൽക്കൺ ആക്ടറിന്റെ പേര് എനിക്കറിയുന്നു. പക്ഷെ ആളും നല്ലതുപോലെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആൾക്ക് വലിയ റോളിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു സൈഡ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റെഡ് ഹൾക്കിലേക്ക് വരാം. മെയിൻ കാര്യം ഒരുപാട് പേര് ഈ പടം കാണാൻ. നമ്മുടെ വില്യം ഹേർട്ട് മരിച്ചതിന് ശേഷം ഹാരിസൺ ഫോർഡാണ് നമ്മുടെ ഈ ഒരു റോളിലായിട്ട് നമ്മുടെ എന്താ റെഡ് ഹൾക്ക് അഥവാ ആയിട്ട് വരുന്നത്. സോ ഈ കുറച്ച് ഫ്ലാഷ് ബാക്സ് ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെയൊക്കെ. അതിൽ നിന്ന് നമ്മുടെ എന്താ പറയുക റോസിന്റെ ഫ്ലാഷ് ബാക്ക് സീൻ കളിക്കും. മുസ്തച്ചുള്ള ആ ഒരു സീനൊക്കെ വരുമ്പോൾ നമ്മുടെ വില്യം ഹാർട്ടിന് പകരം ഈ നമ്മുടെ എന്താ പറയുക ഹാരിസൺ ഫോർഡിനെ കാണുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. സോ അദ്ദേഹം എന്താ പറയുക ഹെവനിൽ ഇരുന്ന് ഇത് കാണുന്നുണ്ടായിരിക്കും. സോ എന്താ പറയുക അദ്ദേഹം ഒരു ലെജൻഡ് തന്നെയായിരുന്നു. എന്തായാലും റെഡ് ഹൾക്ക് വളരെ നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ ആർക്കും എല്ലാം നമ്മൾ നല്ലതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹാരിസൺ ഫോർഡ് അദ്ദേഹത്തിന് 82-83 വയസ്സ് കാണുന്നുണ്ട്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ആയിട്ടും കാര്യങ്ങളെല്ലാം. ആൻഡ് ഈ സിനിമയിൽ ബെറ്റി റോസ് ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് ബെറ്റി റോസ് ആയിട്ട് നമ്മൾ ലൈവ് ടൈലറാണ് വരുന്നത്. സോ അത് ഈ സിനിമയുടെ എന്താ പറയുക ഞാൻ വളരെ ചെറിയൊരു ഭാഗത്തായിട്ടേ വരുന്നുള്ളൂ. എന്താ തന്നെയാണ് ഈ സിനിമയിൽ നമ്മുടെ അണ്ണൻ വരുന്നുണ്ട്, മിസ്റ്റർ ബ്ലൂ.
ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആവും. മിസ്റ്റർ ബ്ലൂ വരുന്നുണ്ട്, അറിയാവുന്നവർ ഗസ് ചെയ്തപ്പോൾ. സോ അദ്ദേഹമാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ വില്ലൻ. ഞാൻ പറഞ്ഞതാണ് മറ്റേ തിങ്സ്റ്റർ നമ്പർ. എന്തുകൊണ്ട് ഈ ഒരു പടം കാണണമെന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു ക്യാപ്റ്റൻ അമേരിക്ക സിനിമയാണ്. നല്ലൊരു സ്റ്റോറി ഉണ്ട്. ഈ ഒരു പടത്തിൽ ചില സീൻസൊക്കെ ഉണ്ട്, നൈറ്റ് സീൻസൊക്കെ. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട എസ്പെഷ്യലി ആ തിയേറ്ററിൽ ഇരുട്ടത്തിൽ ഇരുന്ന് കാണുമ്പോൾ ഒരു ഇതാണ്. പിന്നെ ഈ പടത്തിൽ കുറച്ച് വണ്ടികളൊക്കെ കാണിക്കുന്നുണ്ട്. ആ വണ്ടികൾ പോലും ഈ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ആണെന്ന് തോന്നിപ്പോൾ ഹമ്മർ ഇവിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർപ്പൻ സൊസൈറ്റിയും ഈ ഒരു ഇതിൽ വില്ലനാണ്. പിന്നെ അഡമാൻഡിയം അങ്ങനെ കുറെ എന്താ പറയുക എറ്റേണൽസിൽ നമ്മൾ അഡ്രസ് ചെയ്ത് പോവാതിരുന്ന ആ ഒരു സെലസ്റ്റിയൽസിന്റെ സംഭവം അതെല്ലാം ഇതിൽ നല്ലപോലെ തന്നെ അഡ്രസ് ചെയ്ത് പോകുന്നുണ്ട്. അഫ്കോഴ്സ് ഈ ഒരു സിനിമ പെർഫെക്റ്റ് അല്ല, പക്ഷേ ഒരു മാർവൽ ഫാൻ എന്ന രീതിയിൽ ഈ ഒരു സിനിമ എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ അതിന്റെ അഭിപ്രായം പറയാം. സോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണാൻ, പോയി ചെക്കൗട്ട് ചെയ്യുക. സോ ഈ ചിത്രമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു മാർവൽ വീഡിയോയിൽ നമുക്ക് വീണ്ടും ഉണ്ടാവും. അതിന് സൂപ്പർ ഹീറോസ്.